ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഒരുപക്ഷെ ഫ്ലാറ്റ് ഓപ്പണിങ്ങും ആവാം. കാരണം ഗ്ലോബൽ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലുള്ളത്. ചൈന, ഹോങ്കോങ്, തൈവാൻ, വിയറ്റ്നാം മാർക്കറ്റുകൾ ഇന്നും ഹോളിഡേക്കായിട്ട് അവധിയാണ്. പക്ഷേ ജാപ്പനീസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഓപ്പൺ ആണ്. ജപ്പാനിൽ അറൗണ്ട് 900 പോയിൻറ്റ് ബെറ്റർ ആയിട്ടാണ് ജാപ്പനീസ് നിക്കായി ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ലെവലിൽ മുന്നേറുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ വീണ്ടും വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ജാപ്പനീസ് നിക്കായി പുതിയ റെക്കോർഡ് ഹൈ അടുത്ത ദിവസങ്ങളിൽ ഹിറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻ്റ് ആണ് ജപ്പാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിപ്പ് സ്റ്റോക്കുകളാണെന്ന് വലിയ രീതിയിൽ ജപ്പാനിൽ മുന്നേറിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സൗത്ത് കൊറിയൻ മാർക്കറ്റിലുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ചെറിയ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും കാണാനുള്ള സാധ്യതകളാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P 500, നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സ്, നാസ്ഡാക്ക് 100 ഇൻഡെക്സ്, എല്ലാ ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ഡൗ ജോൺസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 പക്ഷേ സ്വല്പം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ 4.77 പോയിൻറ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്കും അതുപോലെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ 48.12 പോയിൻറ്റ് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 വിക്സ് വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്നലെ 13.93 ആണ്. മിനിഞ്ഞാന്നത് 12.93 ആയിരുന്നു. ഒരു വൊളാറ്റിലിറ്റീനെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അമേരിക്കയിൽ ഇന്നലെ NVIDIA തന്നെയാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് $746.08 പെർ ഷെയർ ആണ് ഇന്നലെ ഹിറ്റ് ചെയ്ത പുതിയ റെക്കോർഡ് ഹൈ. ക്ലോസ് ചെയ്തിരിക്കുന്ന $722.48 പെർ ഷെയറിനാണ്. അതോടൊപ്പം തന്നെ ആമസോണും പുതിയ ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഓവറോൾ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് അമേരിക്കയിൽ വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരികയാണ് ജനുവരി മാസത്തെ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റും അമേരിക്കൻ മാർക്കറ്റിൽ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യ ഇന്നലെ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഇന്നലെ ക്ലോസ്ഡ് ആയിരുന്നു. ഇന്ത്യ അതുപോലെ തന്നെ ഓസ്ട്രേലിയ തുടങ്ങിയ മാർക്കറ്റുകൾ മാത്രമേ ഇന്നലെ ഓപ്പൺ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഇന്നലെ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസെക്സും താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മേജറായിട്ട് PSU ബാങ്കുകളിൽ അതുപോലെ തന്നെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിലുണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. PSU സ്റ്റോക്കുകളിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. ആ തരത്തിലൊരു റാലിയാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ കണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ജനറലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് കമ്പനികളിലും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് വൊളാറ്റിലിറ്റിയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ നമുക്കിനി 3 ഇവൻറ്റുകൾ മാത്രമേ മുന്നിലുള്ളൂ. ഇലക്ഷൻ ഡേറ്റ്, ഡിക്ലറേഷൻ ഫോർ റിസൾട്ട്, അതുപോലെ തന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെയാണ് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ PEയിൽ ട്രേഡ് ചെയ്യുന്ന കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എവരി റൈസിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് ഗോൾഡ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. $2037 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $2033 പെർ ഔൺസിന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $81.93 പെർ ബാരലിനാണ് ഇന്നലെ ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $82.03 പെർ ബാരലിനാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ വീക്കായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നലെ വന്നിരുന്നു. 3 മാസത്തെ ലോവർ ലെവലിലാണ്. 5.10 ആണ് വന്നിരിക്കുന്നത്. 5.69 ആയിരുന്നു ഡിസംബറിൽ. അപ്പോൾ ഇത് പൊതുവെ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ IIP ഡാറ്റ 3.8% ആണ് വന്നിരിക്കുന്നത്. നവംബറിൽ വന്നിരുന്നത് അത് 2.4% ആയിരുന്നു. അപ്പോൾ ഡിസംബറിൽ പൊതുവെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന IIP ഡാറ്റയാണ് വന്നിരിക്കുന്നത്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ആണ് കണ്ടിട്ടുള്ളത്. Q3 റിസൾട്ടിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. ഇന്നും അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ
പേ ടി എമ്മിൻ്റെ കാര്യത്തിൽ RBIയുടെ ഗവർണർ പറഞ്ഞിരിക്കുന്നത് PayTM പേയ്മെൻറ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു റീതങ്കിങ്ങൊന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് PayTMനെ സംബന്ധിച്ച് ഒരു വളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസാണ്. വീണ്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. അറ്റ് ദ സെയിം ടൈം ഓൾട്ടർനേറ്റീവ് ആയിട്ട് PayTM കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ഫോർമർ സെബി ചെയർമാൻ M ദാമോദരൻ അടങ്ങിയിട്ടുള്ള കമ്മിറ്റിയാണ്. അപ്പോൾ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം വരുന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെയാണുള്ളത്. റോൾട്ട ഇന്ത്യ പതഞ്ജലി ടേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ബാങ്ക്രപ്റ്റ് കമ്പനിയാണ്. ഡിഫൻസ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ഒരു കമ്പനിയും കൂടി തന്നെയാണ് റോൾട്ട ഇന്ത്യ. പക്ഷേ ധാരാളം കടമുള്ളൊരു കമ്പനിയാണ്. പതഞ്ജലി ടേക്ക് ഓവർ ചെയ്യാണ്. റിയൽ എസ്റ്റേറ്റ് അസറ്റും ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡിവിഷനും ഉണ്ട്. അതായിരിക്കും പതഞ്ജലിയുടെ എയിം. ഈ കമ്പനി ഏറ്റെടുക്കുന്നതിൽ നിന്ന് പതഞ്ജലി എന്താണ് ഉദ്ദേശിക്കുന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ പതഞ്ജലി എൻട്രി ചെയ്യാണ്. റോൾട്ട ഇന്ത്യ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. Q3 റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിൽ ഇന്നലെ ബിലോ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മസഗൺ ഡോക്ക് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ്. കോൾ ഇന്ത്യ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ഒക്കെയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ഓവറോൾ Q3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള റിസൾട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചില സ്റ്റോക്കുകളിൽ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് റാംകോ സിമെൻറ്റ് കറണ്ട് ലെവലിൽ നിന്ന് ഒരു പക്ഷേ വീണ്ടും താഴേക്ക് പോകാനുള്ള ചാൻസാണ് കാണുന്നത്. കാരണം ധാരാളം നെഗറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോർഗൻ സ്റ്റാൻലി ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സ് റിവിഷൻ വന്നിട്ടുണ്ട്. NMDC PNB BHL ഇത്തരത്തിലുള്ള GMR എയർപോർട്ട് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലും ധാരാളം അഡീഷൻസ് വരുന്നുണ്ട്. ഇനി മെയ് മാസത്തിലാണ് അടുത്ത റിവിഷൻ വരാൻ പോകുന്നത്. അന്ന് കനറ ബാങ്കും NHPCയും JSL ജിൻഡാ സ്റ്റെയിൻലെസ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. അപ്പോൾ ഈ ന്യൂസിൻ്റെ പിൻബലത്തിൽ ഒരുപക്ഷെ ചെറുതായിട്ടുള്ള ആക്ഷൻസൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ കാണാം. പ്രത്യേകിച്ച് സൊമാറ്റോ, അതുപോലെ തന്നെ ഹിൻഡാൽകോ ഈ സ്റ്റോക്കുകളിലൊക്കെ കാണാം. അപ്പോൾ നോർമലി നമ്മൾ മാർക്കറ്റിൽ ഇന്നും ഒരു വളാറ്റിലിറ്റി ഒക്കെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒപ്പം പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഉള്ളത് ഒന്ന് BSE സെൻസെക്സ് ഇൻഡെക്സ് ഡെറിവേറ്റീവ്സിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് സ്റ്റോക്ക് പ്രൈസ് വലിയ രീതിയിൽ മുന്നേറിയത്. സ്റ്റോക്ക് ഡെറിവേറ്റീവ്സിലേക്കും കൂടി കടക്കാനുള്ള പ്ലാനിലാണ് BSEനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. സ്റ്റോക്ക് ഡെറിവേറ്റീവ്സിൽ സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും BSEയുടെ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ BSE ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നന്നായിരിക്കും. 2350-370 റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ട്രേഡിങ് നടക്കുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റേഴ്സിന് BSEയിൽ റീ എൻട്രി ആവുന്ന ഒരു ന്യൂസാണ് സ്റ്റോക്ക് ഡെറിവേറ്റീവ്സിലേക്ക് കടക്കാനുള്ളവരുടെ പ്ലാനുകൾ. ഇന്ന് ഒരു IPO മെയിൻ ബോർഡ് IPO വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് റെക്കമെൻഡ് ചെയ്തതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിബോർ സ്റ്റീൽ ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. ജിൻഡാലിന് സ്റ്റീൽ ട്യൂബുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് മാനുഫാക്ചററാണ്. അവർ സ്വന്തം ലെവലിൽ മാർക്കറ്റിംഗ് ഇറങ്ങാൻ പോവുകയാണ് സ്വന്തം പ്രൊഡക്റ്റുകളായിട്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. നല്ല പ്രൈസിംഗ് ആണ് IPO പ്രൈസിങ് വന്നിരിക്കുന്നത്. അപ്പോൾ വിബോർ സ്റ്റീൽ ട്യൂബ്സിൽ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാണ്. ഇന്നലെ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന NSE SME അൽപെക് സോളാർ 300 times ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അലോട്ട്മെൻറ്റ് കിട്ടുന്ന നമ്മുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും അറൗണ്ട് 150% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുന്നതാണ് എക്സ്പെക്റ്റേഷൻ. വിബോർ സ്റ്റീലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും വിബോർ സ്റ്റീലിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല വൊളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ കാണാം. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ BSE ലോങ് ടൈമിലേക്ക് വാങ്ങി വെക്കുന്നത് ഇൻവെസ്റ്റേഴ്സിന് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.